കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ കേട്ടതും ഞെട്ടിയതുമായ ഒരു മോഷണമാണ് ഈ ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്ന മോഷണത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമായിട്ടുള്ള ചില കഥകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അത് ഇതുവരെ കേട്ടതിനേക്കാട്ടിൽ അത്യന്തം ഭയാനകമായ തരത്തിലുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിലെ 3 പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്ത കേസിനെ കുറിച്ചൊരു ബ്രീഫുണ്ട്. ആ ബ്രീഫ് വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ 5ാമത്തെ ഖണ്ഡികയിൽ ശശിധരനാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ചുമതലയുള്ള പൂർണ്ണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ശ്രീകോവിൽ വാതിലിൻ്റെ കട്ടളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിലും കട്ടളയുടെ മുകൾപ്പടി ചെമ്പ് പാളിയിലും കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുള്ള സ്വർണം പതിച്ച ചെമ്പ് പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പതിച്ച 7 ചെമ്പ് പാളികളിൽ നിന്നും 9ാം പ്രതിയുടെ ഉടമസ്ഥയിലുള്ള ആമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ മിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും കൈവശമുണ്ടെന്ന തെളിവായിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ കേട്ടത് ശ്രീകോവിലിൽ അവിടെയുള്ള ദ്വാരപാലക ശില്പത്തിൻ്റെയും അവിടെയുള്ള കട്ടളപ്പാളികളിൽ കൊണ്ടുപോയി എന്നുള്ള കഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മൂല്യം നിശ്ചയിക്കുന്നതിനകത്ത് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഈ തൊണ്ടി മുതലുകൾ പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. ഇതിൻ്റെ എല്ലാം മൂല്യം കണക്കാക്കുന്നതിനും ഇതിനൊക്കെ സ്വർണം എന്തുമാത്രം കൊണ്ടുപോയിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ഇതറിയുന്നതിന് വേണ്ടി ISROയിൽ കൊടുത്തിരിക്കുകയാണ്. കെമിക്കൽ ടെസ്റ്റിന് വേണ്ടിയും അതിൻ്റെ ഫോറൻസിക് ഇതിനു വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ ഈ മോഷണത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്ന്. അതാണ് ഒരു പ്രധാന സാധനം. എന്നെ അമ്പരപ്പിക്കുന്ന ഇതൊന്നുമല്ല, സന്നിധാനത്ത് ദേവസ്വം വിജിലൻസ് ഉണ്ട്, ഇൻ്റലിജൻസ് ഓഫീസർമാരുണ്ട്, സാധാ പോലീസുകാരുണ്ട്. ഇവരാരും തന്നെ ഇങ്ങനെ ക്രമാനുഗതമായ തരത്തിൽ ഓരോ വർഷാവർഷവും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ഇവരുടെ ആരുടെയും ശ്രദ്ധയപ്പെട്ടില്ലേ? ഇവരെന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തെ ഇതറിയിക്കുന്നതിൽ പരാജയപ്പെട്ടു? അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അല്ലാതെ ആ കള്ളന്മാരെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ആ സിസ്റ്റം എങ്ങനെയാണ് ഈ ഫെയിലിയർ ആയി എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. 365 ദിവസവും ഈ വക സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഘോര വനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു അമ്പലം എന്നുള്ള നിലയിൽ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളും സർക്കാർ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ കള്ളന്മാർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ മോഷണത്തിൻ്റെ വ്യാപ്തി ഭരണതലങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്ന് സംശയിക്കാതിരിക്കാൻ കഴിയത്തില്ല.